നല്ല വെയിറ്റ് സാധനത്തിന് കാണുന്നല്ല. അങ്ങനെ ഗൗരികുണ്ടിലെത്തിയപ്പോൾ നമുക്ക് കിട്ടിയ റൂമാണ് കേട്ടോ ഇത്. സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് റൂമിന് വെറും 1000 മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. റൂമിന്റെ തൊട്ടു ഫ്രണ്ടിലായിട്ട് തന്നെ ചെറിയൊരു അരുവി ഉണ്ട് കേട്ടോ. അപ്പൊ വെള്ളം പോകുന്ന സൗണ്ട് എപ്പോഴും കേട്ടോണ്ടിരിക്കാം. നമ്മളൊരു 4-5 പേര് ഉണ്ടായതുകൊണ്ട് തന്നെ റൂം ഷെയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സീസൺ ടൈം അല്ലാത്തത് കൊണ്ട് റൂം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കേരളത്തിൽ നിന്ന് വിട്ട് മാറി നിന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മൾ ഫുഡ് തന്നെയാണ്. നമ്മൾ ഇന്നത്തെ ഡിന്നർ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അതും വെജ് ഫ്രൈഡ് റൈസ് ആണ്. ഇവിടെ വെജ് മാത്രമേ ഉണ്ടാവുള്ളൂ, നോൺ വെജ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും ഇവിടുന്ന് കഴിച്ച ഫ്രൈഡ് റൈസ് അത്ര കുഴപ്പമുണ്ടായിട്ടില്ല, നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മോർണിംഗ് ഒരു 6 ഒക്കെ ആകുമ്പോഴത്തേക്കും എണീറ്റു. നൈറ്റ് വെള്ളം ഒഴുകുന്ന സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടായുള്ളൂ. ആ ഒരു അരുവിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. വേറൊന്നുമല്ല, ഇന്ന് വലിയൊരു ട്രെക്കിംഗ് ചെയ്യാൻ പോവാണ്. ഉത്തരാഖണ്ഡിൽ നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ തന്നെ അതാണ്. അപ്പൊ ഏതാണ് ട്രെക്കിംഗ്, എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.